നമസ്കാരം. രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റും അതുപോലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതുമൊക്കെ ആഘോഷമാക്കുന്ന ചിലരുണ്ട്. അത് രാഹുൽ ഈശ്വർ ഫാൻസ് മാത്രമല്ല, അത് ട്രോളന്മാരും സോഷ്യൽ മീഡിയയുമാണ്. ഇന്ന് സൈബർ ലോകത്തെ ചർച്ചാ വിഷയം രാഹുൽ ഈശ്വർ തന്നെയായിരുന്നു. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചതോടെ ട്രോൾ പൂരമാണ് സൈബറിടത്ത്. രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ട്രോളിക്കൊണ്ടാണ് കമൻറ്റുകൾ കൂടുതലും. ഇലാസ്റ്റിക് വള്ളി കൈമാറുന്ന ചിത്രം ഉൾപ്പെടുത്തി തിരുമ്പി വന്നിട്ടേ എന്ന സൊല്ല് മീശയ്ക്ക് ഉണ്ടായിരുന്നുവല്ലേ. അപ്പോൾ ഇന്ദ്രചൂടൻ പടിയിറങ്ങി, ഇനി രാഹുകാലം. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ദക്കാണ് ലേ ഭാര്യ, ഇനിയെങ്കിലും അയ്യപ്പനെ ഓർത്ത് ആ നാവ് പൊക്കരുത് എന്നിങ്ങനെ പോകുന്നു ട്രോളുകളും കമൻറ്റുകളും. ജയിൽ കവാടത്തിൽ രാഹുൽ ഈശ്വറിനെ കാത്തുനിന്നത് മെൻസ് അസോസിയേഷൻ പ്രവർത്തകരായിരുന്നു. രാഹുലിനെ പൂമാലയിട്ടാണ് അവർ സ്വീകരിച്ചത്. 16 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കാമെന്ന് അറിയിച്ചാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്നത്തേക്ക് മാറ്റിയിരുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച സാഹചര്യത്തിൽ പോലീസ് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത് എന്നതടക്കം ഉപാധികളോടെയാണ് ജാമ്യം. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വന്നത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. 16 ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത്രയും ദിവസത്തിനു ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു. തുടർന്നാണ് വിധി വന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുമായിരുന്നു നേരത്തെ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നത്. എല്ലാവരും സത്യം മാത്രം പറയുകയെന്നും രാഹുൽ പറഞ്ഞിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം.